ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിയാമിസ് ആണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെയും മാക്രോ എക്കണോമിക്സിലെയും എല്ലാ ചാപ്റ്ററുകളിലെയും ഗ്രാഫുകളാണ്. സോ ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ ഗ്രാഫ് റെഫർ ചെയ്യണമെന്ന് മിസ് അതേ പറയാൻ വേണ്ടി പോവാണ്. എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കൂല, കാരണം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ മെഗാ മാരത്തോൺ ഉണ്ട്. ആ ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ എല്ലാ ഗ്രാഫിൻ്റെയും എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയുക, എല്ലാ ചാപ്റ്ററിൻ്റെയും എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയുക. സോ എൻ്റെ എല്ലാ മക്കളും ആ ലൈവിൽ കൂടി പങ്കെടുക്കണം. സോ ഫസ്റ്റ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഇവിടെ നമുക്ക് വരയ്ക്കാനും പഠിക്കാനുമായിട്ടുള്ളത് PPC ആണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അല്ലേ, 8 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇവിടെ നമുക്ക് ഒന്നാമതുള്ളത് ഇൻഡിഫറൻസ് കർവ് ആണ്. അല്ലേ, അതിന് ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്? അതൊരു ഗ്രാഫാണ് അല്ലെങ്കിൽ ഒരു കർവാണ്. ദാറ്റ് ഷോസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ്. 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. അതായത് കസ്റ്റമറിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്താ പറയുക 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ കാണിക്കുന്ന കർവിനെയാണ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ വിളിക്കുന്നത്. അടുത്ത് നമുക്കുള്ളത് ബഡ്ജറ്റ് ലൈൻ ആണ്. അല്ലേ, തന്നിരിക്കുന്ന ഇൻകം വെച്ചിട്ട് ഒരു കൺസ്യൂമറിന് വാങ്ങാൻ പറ്റുന്ന പോസിബിൾ എമൗണ്ട് ഓഫ് എല്ലാ ഗുഡ്സും, കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ആണ് കേട്ടോ. 2 ഗുഡ്സ് ആണ്, അതിൻ്റെ എന്തൊക്കെ കോമ്പിനേഷൻസ് വാങ്ങാം തന്നിരിക്കുന്ന ഇൻകം, നമുക്കുള്ള ഇൻകം വെച്ചിട്ട് അത് കാണിക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈന്. ഇത് ഉറപ്പായും നിങ്ങൾ പഠിച്ചിരിക്കണം, കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. എന്താ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ? അല്ലേ, അതായത് ഒരു കൺസ്യൂമർ ഫുള്ളും ഇൻകം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇവിടെ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അല്ലേ, ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഇവിടെ തന്നെ നമുക്ക് ഒരു കർവും കൂടെ ഉണ്ട്, ഡിമാൻഡ് കർവ് ആണ് കേട്ടോ. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ലീനിയർ കർവ് ആണെങ്കിൽ നേരെ ഇരിക്കും. എങ്ങനെ ഇരിക്കും കാണിച്ചു തരാം. ലീനിയർ കർവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ലീനിയർ അല്ല, അതുകൊണ്ടാണ് കർവ് എന്ന രീതിയിൽ ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. അടുത്ത ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. സോ മൂന്നാമത്തെ ചാപ്റ്ററിൽ കുറേയേറെ ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. എന്നാൽ സിമ്പിൾ ഗ്രാഫുകളാണ്. ഒന്നാമത്തെ ഐസോകോണ്ട് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് ഇവിടെ ഐസോകോണ്ട് എന്ന് പറയുന്നത്. എന്താണ്? പോസിബിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് തരുന്ന, അല്ലെങ്കിൽ 2 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന പോയിന്റുകൾ, അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് ഐസോകോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് TP AP MP. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ഇവിടെ TPയും APയും MPയും കടന്നു പോകുന്ന 3 സ്റ്റേജസുകളാണ് പറയുന്നത്. ഇത് തന്നെയാണ് TPയുടെയും APയുടെയും MPയുടെയും ഗ്രാഫ് എന്ന് പറയുന്നത്. TP എന്ന് പറയുന്നത് മുകളിലേക്ക് ഉയർന്ന് വീണ്ടും താഴേക്ക് വരുന്ന ഒരു ലൈനാണ്. MP എന്ന് പറയുന്നത് മുകളിലേക്ക് കൂടി 0 ആയി നെഗറ്റീവ് ആകുന്ന ഒരു ഗ്രാഫാണ്. AP എന്ന് പറയുന്നത് ഡിക്ലൈൻ ആവുന്നുണ്ട്, ബട്ട് ഒരിക്കലും 0 ആകാത്തൊരു ഗ്രാഫാണ്. സോ ഈ ഒരു ഗ്രാഫും ഈ ഒരു ലോയും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് TVCയും TCയും TFCയും. നമുക്കറിയാം TFC എന്ന് പറയുന്നത് നമുക്കറിയാം ഷോർട്ട് റൺ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? TFC എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, വിച്ച് ഇസ് പാരലൽ ടു X ആക്സിസ്. സോ TFC എന്ന് പറയുന്നത് X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. TC എന്ന് പറയുന്നത് എപ്പോഴും TFCയിൽ നിന്നാണ് തുടങ്ങുന്നത്, കാരണം ഔട്ട്പുട്ട് 0 ആയാലും TC പോസിറ്റീവ് ആയിരിക്കും, കാരണം TFC ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവുമോ? ഞാൻ പറയാം. എന്താ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഇപ്പം ഞാനൊരു കട റെൻറ്റിന് എടുത്തിട്ട് അവിടെ ഞാൻ തുണി കച്ചവടം നടത്തുകയാണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ റെൻ്റാണ്. അല്ലേ, ആ കടയുടെ റെൻറ്റ്. ആ റെൻറ്റ് ഞാൻ ഫിക്സഡ് ആണ്, അത് ഞാൻ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും റെൻറ്റ് അടയ്ക്കണം. മുതലാളി വരുമ്പോൾ ഞാൻ ഇവിടെ ഒന്നും നടത്തിയില്ല, പ്രൊഡക്ഷൻ നടത്തിയില്ല, റെൻറ്റ് തരാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലേ, സോ ഫിക്സഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും, പ്രൊഡക്ഷൻ 0 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താ? TFCയുടെയും TVCയുടെയും ടോട്ടലാണ്. സോ TFC പോസിറ്റീവ് ആണെങ്കിൽ TCയും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി TVC വേരിയബിൾ കോസ്റ്റ്. ഇപ്പം എനിക്ക് തുണി വാങ്ങാനുള്ള ചിലവ്, തുണി ഒരു കടയിൽ നിന്ന് പോയി കൊണ്ടുവരാനുള്ള ചിലവ്, ഇതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ്, മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റാണ്. ഇത് പ്രൊഡക്ഷൻ 0 ആവുമ്പോൾ വേരിയബിൾ കോസ്റ്റും 0 തന്നെ ആവില്ലേ? അതുകൊണ്ടാണ് TVC ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഗ്രാഫുകളൊന്നും ഓർത്ത് വെക്കുക. അടുത്ത AFC എന്ന് പറയുന്ന ഏത് കർവാണ്, ഏത് ഷേപ്പാണ്? റെക്റ്റാങ്കുലർ
പറഞ്ഞേ, നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ വരണം. യെസ്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഷേപ്പിലാണ് AFC ഉള്ളത്. ആ AFC മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കുന്നത്. ബാക്കി SMC, SAC, AVC ഒക്കെ ഷേപ്ഡ് കർവാണ്. ഇവിടെ നിങ്ങൾ എന്നൊക്കെയാണെന്ന് ആലോചിക്കും, പക്ഷേ തന്നെയാണ്. ഇത് ടിക്ക് ഷേപ്പിലുള്ളതാണ് SMC. AVCയുടെ മുകളിലുള്ളതാണ് SAC. ഇവർ തമ്മിലുള്ള അകലം കുറഞ്ഞു വരും അല്ലേ? കുറേ നാൾ കഴിയുമ്പോൾ അകലം കുറഞ്ഞു വരും എന്ന് പറഞ്ഞ പോലെ അകലം കുറഞ്ഞു വരികയാണ്. സോ SMCയുടെയും SACയുടെയും SACയുടെയും AVCയുടെയും SMCയുടെയും ഒക്കെ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഷേപ്സ് ഓഫ് ലോങ് റൺ ഷോർട്ട് റൺ പോലെ തന്നെയാണ്. ഇവിടെ ഇവിടെ ഫിക്സഡ് കോസ്റ്റുകളില്ല, എല്ലാ കോസ്റ്റുകളും വേരിയബിൾ ആണ്. അത് മാത്രമേ ഉള്ളൂ. LRACയും LRMCയും മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി മക്കളെ, 4ാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ഇവിടെ പഠിക്കേണ്ടത് പ്രൈസ് ലൈൻ ആണ്. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് യൂണിഫോം പ്രൈസ് അല്ലേ? അപ്പോൾ പ്രൈസ് ലൈൻ എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. സോ ഇവിടെ നമുക്കറിയാം P is equal to AR, E is equal to MR ആണ്. സോ പ്രൈസ് ലൈൻ തന്നെയാണ് ARന്റെ കർവ്, അത് തന്നെയാണ് MRന്റെ കർവ്. ഇനിയുള്ളത് TR ആണ്. TR എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് റൈസ് ചെയ്യുന്ന ഒരു കർവാണ് TR എന്ന് പറയുന്നത്. അടുത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഷോർട്ട് റണ്ണിൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന A എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ 3 പോയിന്റും 3 കണ്ടീഷൻസും മക്കൾ പഠിച്ചു വെക്കണം. ഇങ്ങനെയാണ് ആ കർവ് വരിക. ഇനി ലോങ് റണ്ണിലും എങ്ങനെയാണ് വരിക? ലോങ് റണ്ണിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആവറേജ് കോസ്റ്റ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഉള്ളത് സപ്ലൈ കർവാണ്. സപ്ലൈ കർവ് എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു കർവാണ് സപ്ലൈ കർവ്. സോ സപ്ലൈ കർവിൻ്റെ എങ്ങനെയാണ് പൊസിഷൻ എന്നുള്ളത് മക്കൾ മറന്നു പോകരുത്. ഡിമാൻഡും സപ്ലൈയും തിരിഞ്ഞു പോകരുത്. ഇനി ചാപ്റ്റർ 5 ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡിമാൻഡും സപ്ലൈൻ്റെയും ഇക്വിലിബ്രിയം അല്ലെ? ഇക്വിലിബ്രിയം പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കേ, പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും അല്ലേ? കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വെക്കുന്നൊരു അപ്പർ ലിമിറ്റാണ്. ഇതിന് മുകളിലേക്ക് പ്രൈസ് കൂട്ടി വിൽക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും പ്രൈസ് സീലിംഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും അല്ലേ? ലോവർ ലിമിറ്റ്. ഇതിന് താഴേക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസേഴ്സിന് വിൽക്കാൻ പറ്റില്ല, വിറ്റാൽ അവർക്ക് ലാഭം കിട്ടില്ല. ഈ 2 ഗ്രാഫുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പോകുന്ന മാക്രോ എക്കണോമിക്സിലേക്കാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനായിട്ടില്ല. 2ാമത്തെ ചാപ്റ്ററിൽ ഡയഗ്രാം മാത്രമേ ഉള്ളൂ. എന്താണ്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഫേംസ്, ഹൗസ് ഹോൾഡ് 2 സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 സെക്ടേഴ്സിൽ നിന്ന് ഇൻകം ഫ്ലോ ചെയ്യുന്നതും സർവീസുകൾ ഫ്ലോ ചെയ്യുന്നതുമാണ് പഠിക്കാനുള്ളത്. നോക്കിക്കേ, ഫേംസിൽ നിന്ന്, ഹൗസ് ഹോൾഡിൽ നിന്ന് ആദ്യമേ എന്തു പോകുന്നു? ഫാക്ടർ സർവീസസ് ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഇനി അതിനുശേഷം ഫേംസിൽ നിന്ന് ഫാക്ടർ പേയ്മെൻറ്റ്സ്, ലാൻഡിന് റെൻറ്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസറിന് പ്രോഫിറ്റ്. അതിനുശേഷം കിട്ടിയ പൈസ വെച്ചിട്ട് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആരടുത്തേക്ക് തന്നെയാണ് പോകുന്നത്? കമ്പനീൻ്റെ അടുത്തേക്ക്, ഫേമിൻ്റെ അടുത്തേക്ക് പോകും. ഈ പൈസ വാങ്ങിച്ചിട്ട് ഫേംസ് തിരിച്ച് എന്ത് കൊടുക്കും? ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കും. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്. ഇവിടെ ആകെ നമുക്ക് ലിക്വിഡിറ്റി പ്രിഫറൻസ് ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. അത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി R മിനിമം ആകുമ്പോഴത്തേക്കും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആകും എന്നൊരു കാര്യം മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ ഗ്രാഫായിട്ട് പഠിക്കാനുള്ളൂ മക്കളെ. അടുത്ത ചാപ്റ്റർ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 2 ഷിഫ്റ്റുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ഇക്വിലിബ്രിയം പോയിന്റ്, അതായത് 2 സെക്ടർ എക്കോണമിയിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എടുക്കുന്നത്? നമുക്കറിയാം AS എന്ന് പറയുന്നത് കണ്ടോ, AS AD അഗ്രഗേറ്റ് സപ്ലൈ, അഗ്രഗേറ്റ് ഡിമാൻഡ്, ഇവർ തമ്മിൽ കൂട്ടിമുടുന്ന പോയിന്റ്, അതായത് ASഉം ADയും ഈക്വൽ ആകുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻകം ആണ് Y സ്റ്റാർ. AS എപ്പോഴും 45 ഡിഗ്രി ചരിഞ്ഞ ഒരു എന്തായിരിക്കും? ഗ്രാഫായിരിക്കും. സോ ഈ ഇക്വിലിബ്രിയം പോയിന്റ് മക്കൾ മറന്നു പോകരുത്. AS എന്ന് പറയുന്നത് 0 നിന്നാണ് തുടങ്ങുന്നത്. AD എന്ന് പറയുന്നത് Y ആക്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവർ കൂട്ടിമുടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. അവിടെ AS ഈക്വൽ AD ആകും. AS എന്ത് തന്നെയാണ്? ഇൻകം തന്നെയാണ്. ഓക്കെ, യെസ്. അടുത്തത് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് വരുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ AD എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സിമ്പിളാണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ നമുക്കറിയാം AD ഈസ് ഈക്വൽ ടു C+I ആണെന്ന്. സോ ഇവിടെ I കൂടുമ്പോൾ AD കൂടൂലേടാ? കൂടും. ഇനി AD
എ ഡി C+I അല്ലേ എ ഡി എന്ന് പറയുന്നത്. ഐ കുറയുമ്പോൾ എ ഡി എന്ത് ചെയ്യും? കുറയുക തന്നെ ചെയ്യും. സോ ഇൻവെസ്റ്റ്മെന്റ് ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എ ഡി കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും മക്കളെ? താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനിയുള്ളത് MPC ആണ് അല്ലേ. MPCയിൽ ചേഞ്ച് വരുമ്പോൾ MPC കൂടുന്ന സമയത്ത് സ്ലോപ്പ് മാത്രമാണ് ചെയ്യുന്നത് അല്ലേ. സ്ലോപ്പ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. എ ഡി കർവ് മുകളിലേക്ക് സ്വിങ് ചെയ്യും. എന്ത് ചെയ്യും മക്കളെ? സ്വിങ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ എ ഡി കർവ് എന്താ ചെയ്യുന്നത്? എ ഡിയിൽ നിന്നും AD1 ആയിട്ട് സ്വിങ് ചെയ്യുക ചെയ്യുന്നത്. ഇനി MPC കുറയാണെങ്കിലോ താഴോട്ട് സ്വിങ് ചെയ്യും. കണ്ടോ, AD വീണ്ടും AD1ലേക്ക് മാറിയത് കണ്ടോ? താഴോട്ട് സ്വിങ് ചെയ്യും. സ്ലോപ്പ് മാത്രമാണ് MPCയുടെ കാര്യത്തിൽ മാറുന്നത്. അടുത്ത ചാപ്റ്ററാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി. സോ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇവിടെ ഇക്വിലിബ്രിയം ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴും എക്സ്പെൻഡിച്ചർ കുറയുമ്പോഴും. എക്സ്പെൻഡിച്ചർ കൂടുമ്പം AD കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എക്സ്പെൻഡിച്ചർ കുറയുമ്പം AD കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ടാക്സ്. നമ്മൾ നോക്കിക്കേ, ടാക്സ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? AD കർവ് മുകളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ രണ്ടും തിരിച്ചിട്ടാണുള്ളത്. ടാക്സ് ഇപ്പം നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകത്തിൽ കൂടുമ്പോൾ AD മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, കുറയുമ്പോൾ AD താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ടാക്സിലേക്ക് വരുമ്പോൾ, ടാക്സ് കൂടുമ്പോൾ AD താഴേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. ടാക്സ് പെർസെൻറ്റേജ് കൂടുമ്പോഴത്തേക്കും നമ്മളുടെ പൈസ കുറയില്ലേ? അത് ആലോചിച്ചാൽ മതി. ടാക്സ് കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ കുറയും, AD താഴേക്ക് ഷിഫ്റ്റ് ആകും. ടാക്സ് കുറയുമ്പോൾ എന്തേ മക്കളെ ചെയ്യുന്നത്? AD മുകളിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. ഇനി ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഒരൊറ്റ ഡയഗ്രം പഠിക്കാനുള്ളൂ, ഡിമാൻഡും സപ്ലൈയും. നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ പോലെ തന്നെയാണ് ഡയഗ്രം വരിക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ സപ്ലൈയും കൂടും അല്ലേ. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ സപ്ലൈയും കൂടും. അതാണ് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും. എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്ന സമയത്ത് ആരും കൂടും? സപ്ലൈയും കൂടും. ഇതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്നും പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പാറ്റേൺ ഒക്കെ മാറുവാണ്, നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വെച്ച് ഞാനും അഖിൽന മിസ്സും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മെഗാ മാരത്തോണുമായിട്ട് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് ബൂസ്റ്ററൊക്കെ ഉണ്ട്. എല്ലാ മക്കളും നമ്മുടെ ഈ ലൈവിലൊക്കെ വരിക, അടിപൊളിയായിട്ട് പഠിക്കുക, മോഡൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദ ബെസ്റ്റ്.